പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 6 മുതലുള്ള ചില വാക്യങ്ങൾ. യേശു ഒരു ഉപമ അവരോട് പറഞ്ഞത്, ഒരുത്തന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നൊരു അത്തിവൃക്ഷമുണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു കണ്ടില്ലതാനും. അവൻ തോട്ടക്കാരനോട്, ഞാൻ ഇപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ലതാനും. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. അതിനവൻ, കർത്താവേ, ഞാൻ അതിന് ചുറ്റും കിളച്ച് വളം ഇടുവോളം ഈ ആണ്ട് കൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചില്ലെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് തോട്ടക്കാരനോട് മറുപടി പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നല്ല ഒരു പ്രഭാതത്തിലേക്ക് ദൈവം നമ്മെ വീണ്ടും കൊണ്ടുവന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ ഫലം കൊടുത്തില്ലെങ്കിലും കർത്താവ് നമ്മെ സഹിച്ചു, നമ്മോട് ക്ഷമിച്ചു, നമ്മെ വഹിച്ചു, നമ്മെ നടത്തി, നമുക്ക് ആവശ്യമായതൊക്കെ തന്നു. പക്ഷെങ്കിൽ ഇപ്പോൾ ദൈവം ചില സമയത്തൊക്കെ തോട്ടത്തിലേക്ക് ഇറങ്ങി വന്ന് ഫലങ്ങളെ അന്വേഷിക്കും. ആ ഫലങ്ങളെ അന്വേഷിക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ ദുഃഖകരമായ ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ ദൈവത്തിന് ദാനം ചെയ്യുന്നതെങ്കിൽ അത് സ്വർഗത്തിന് ദുഃഖമായി തീരും. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, കർത്താവ് ഒരു തോട്ടക്കാരനെ കുറിച്ച് നല്ല ഒരു ഉപമ ശിഷ്യന്മാരോട് പറഞ്ഞതൊന്ന് ശ്രദ്ധിക്കുക. ഒരു മനുഷ്യൻ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നൊരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. എന്തിനാണ് മുന്തിരിത്തോട്ടത്തിൽ അത്തിവൃക്ഷം നടുന്നത്? നമുക്കറിയാം, ഇസ്രായേലിലെ അല്ലെങ്കിൽ ആ യഹൂദ്യ നാടുകളിലൊക്കെ ധാരാളം മുന്തിരിക്കൃഷിയുണ്ട്. ആ മുന്തിരിക്കൃഷി മലഞ്ചരിവുകളിലാണ് സാധാരണയായി അത് നടുന്നത്. ഇങ്ങനെ മലഞ്ചരിവുകളിൽ നടുന്നതായ മുന്തിരിക്കൃഷിയുടെ മണ്ണൊലിപ്പ് തടയുന്നതിന് വേണ്ടി, മണ്ണൊലിപ്പ് തടഞ്ഞില്ല എങ്കിൽ മുന്തിരി കൃഷിയുടെ അല്ലെങ്കിൽ മുന്തിരിവള്ളിയുടെ വേരുകൾ വെളിയിൽ എക്സ്പോസ് ആകും. അങ്ങനെ മുന്തിരിവള്ളിയുടെ വേരുകൾക്ക് സൂര്യപ്രകാശമേറ്റ് എക്സ്പോസ് ആയാൽ അതിൽ ഫലം വേണ്ടതുപോലെ അത് ഫലം തരികയില്ല. അതിന്റെ ഇലകൾ അവിടെ ഇവിടെ ആയിട്ട് പാച്ചസ് ഉണ്ടാകും, ഉണങ്ങി വരും. അതിന്റെ അർത്ഥം അതിന്റെ വേരിന് ചൂട് തട്ടുന്നു, അതിൽ സൂര്യപ്രകാശം അടിച്ച് അതിനെ അത് സഹിക്കാവതാകുന്നു. അങ്ങനെ മുന്തിരിച്ചെടി നട്ടിരിക്കുന്ന മുന്തിരിത്തോട്ടത്തിലെ മണ്ണൊലിപ്പ് തടയുന്നതിന് വേണ്ടിയാണ് അവിടെയൊക്കെ അത്തിവൃക്ഷങ്ങളും മറ്റ് വൃക്ഷങ്ങളൊക്കെ അറിയപ്പെട്ടത്. അവിടെയൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതായ പല വൃക്ഷങ്ങളും നട്ട്, പടർപ്പുള്ള വേരുകളോട് കൂടിയതായ വൃക്ഷങ്ങൾ നട്ട് മണ്ണൊലിപ്പ് തടയുന്നതിന് വേണ്ടി അവിടെ സൂക്ഷിക്കാറുണ്ട്. എന്നാൽ ഇവിടെ മണ്ണൊലിപ്പ് തടയുന്നതിനോടൊപ്പം അത്തിവൃക്ഷത്തിൽ നിന്നുള്ള ഫലങ്ങൾ കൂടെ അവർ പ്രതീക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ അത്തിവൃക്ഷം നോക്കാതെയും കാണാതെയും ശ്രദ്ധിക്കാതെയും ഇരിക്കുക സാധാരണ ചിലരുടെ ഒരു പതിവാണ്. കാരണം ഒരു മണ്ണൊലിപ്പ് തടയുന്നതിന് വേണ്ടി, ഒരു പ്രിവെൻഷന് വേണ്ടി, സൂക്ഷിപ്പിന് വേണ്ടി നട്ടിരിക്കുന്നതായ ഒരു അത്തിവൃക്ഷത്തിന് കരുതൽ ചെയ്യണമോ എന്നുള്ളതായ ഒരു ചിന്ത ആ തോട്ടക്കാർക്ക് സാധാരണയായിട്ടുണ്ടാകും. മുന്തിരിത്തോട്ടം എന്ന് പറഞ്ഞാൽ അവരുടെ ഉപജീവന വഴിയാണ്, അവരുടെ വരുമാന സ്രോതസ് അതാണ്. അത് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ആ വരുമാനം കൊടുക്കുന്നതായ മുന്തിരിത്തോട്ടത്തിന്റെ അനുഭവങ്ങളെ സൂക്ഷിക്കുവാനും ആരോഗ്യകരമായ ഒരു രീതിയിൽ നടത്തുവാനും അവരെ സഹായിക്കുവാൻ അവിടെ ഇവിടായിട്ട് മുന്തിരിത്തോട്ടങ്ങളുടെ അരികിലൊക്കെയും നട്ടിരിക്കുന്നതായ ഈ വൃക്ഷങ്ങളെക്കുറിച്ച്, ഒരു ഏറിയ പങ്ക് സഹായം ചെയ്യുന്നതായ ആ വൃക്ഷങ്ങളെക്കുറിച്ച്, കൈത്താങ്ങ് കൊടുക്കുന്നതായ ആ വൃക്ഷങ്ങളെക്കുറിച്ച് അവർ ശ്രദ്ധിക്കാറില്ല. അങ്ങനെയാണ് ഉടയവൻ വന്ന് അവരോട് പറയുന്നത്, 3 സംവത്സരമായി നിങ്ങൾ ഇതിൽ ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇതിൽ ഫലവുമില്ല. അവരെ സഹായിക്കുന്ന വൃക്ഷത്തെ നോക്കുന്നോ ഇല്ലയോ, ശുശ്രൂഷിക്കുന്നുവോ ഇല്ലയോ എന്ന് അത് ഫലം കൊടുക്കുന്നതിൽ നിന്ന് തോട്ടക്കാരൻ മനസ്സിലാവും, ഉടയവന് മനസ്സിലാവും. തീർച്ചയായിട്ടും ഈ മുന്തിരിവള്ളികളെ രക്ഷിക്കുന്നതായ വൃക്ഷങ്ങളെ, അല്ലെങ്കിൽ അവർക്ക് പരിരക്ഷയായി താങ്ങായി നിൽക്കുന്നതായ മരങ്ങളെ ശ്രദ്ധിക്കണം എന്നാണ് തോട്ടക്കാരുടെ വ്യവസ്ഥ. അങ്ങനെ ശ്രദ്ധിക്കാതെ പോയാൽ അത് മുഴുവൻ മുന്തിരിത്തോട്ടത്തെയും ബാധിക്കും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതൊക്കെ അങ്ങ് ഓട്ടോമാറ്റിക്കായിട്ടൊക്കെ നടന്നോളും എന്നുള്ളതായ ഒരു ചിന്ത ആ കൃഷിക്കാർക്കുള്ള പലപ്പോഴും ഉണ്ടാകുന്ന കാരണത്താൽ
മുന്തിരിവള്ളികൾക്ക് അത് ക്ഷീണം സംഭവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഇതിൽ നിന്ന് നമുക്ക് ചില സന്ദേശങ്ങൾ നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ ഉപജീവനവും നമ്മുടെ ജീവനവും നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബജീവിതവും നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ ഈ ലോകത്തിലെ സകലവിധമായിട്ടുള്ള ആയുസ്സിലെ നമ്മുടെ സകല അനുഗ്രഹങ്ങളുടെയും നിലനിൽപ്പാണ് മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത്. എന്നാൽ ഇതിനെ സഹായിക്കുന്നതും കൈത്താങ്ങ് തരുന്നതുമായ ദൈവത്തിന്റെ അനുഗ്രഹം. മുന്തിരിയെ അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഉപമയായി, നമുക്ക് ചൂണ്ടുമലകളായി നമ്മളെ അനേകം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് അത്തിവൃക്ഷം ആണെന്ന് കർത്താവ് അവിടെ ചില മുഖാന്തരങ്ങളിൽ കൂടെ ഉപമകളിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിന്റെ ഇല തളിർക്കുമ്പോൾ വേനലടുത്തു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അങ്ങനെ മുന്തിരിത്തോട്ടത്തെ ശുശ്രൂഷിക്കുവാൻ കാലാവസ്ഥകളെ തിരിച്ചറിയുന്നതിനും അതിനു വേണ്ടതായ പരിരക്ഷയും ഒക്കെ കൊടുത്ത് മഴക്കാലങ്ങളിൽ മണ്ണൊലിപ്പ് തടഞ്ഞ് അവർക്ക് വേണ്ട സകല സഹായങ്ങളും നൽകി കൊടുക്കുന്നത് അതിന്റെ അരികിൽ നട്ടിരിക്കുന്നതായ അത്തിവൃക്ഷങ്ങളാണ്. എങ്കിലും തോട്ടക്കാർ അവിടെ കൃഷി ചെയ്യുന്നവർ ഈ അത്തിവൃക്ഷങ്ങളെ നോക്കുകയോ കിളക്കുകയോ അതിനു ചുറ്റും വളമിടുകയോ അവർക്ക് വേണ്ട ശുശ്രൂഷകളോ ചെയ്യാറില്ല. തോട്ടത്തിന്റെ ഉടയവൻ വന്ന് ആദ്യം നോക്കുന്നത് അത്തിവൃക്ഷത്തെയാണ്. കാരണം അതിനെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഈ മുന്തിരിത്തോട്ടവും അത് ഭംഗിയായി പോകും എന്ന് അവർക്കറിയാം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാ സഹായങ്ങളും തരുന്നതായ ദൈവത്തിന്റെ കൃപയെ ഈ അത്തിവൃക്ഷം ഈ പ്രഭാതത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. ദൈവത്തിന്റെ സഹായവും ദൈവത്തിന്റെ പരിരക്ഷയും ഓട്ടോമാറ്റിക്കായിട്ട് നാം പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും ദൈവത്തോട് നന്ദിയുള്ളവരാണെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ പോഷണങ്ങളായി നാം നമ്മെ തന്നെ കരുതിയില്ലെങ്കിലും കരുതിയാലും ശരി, അതൊക്കെ അങ്ങ് നടന്നോളും. അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് നടന്നോളും. ദൈവം സകലതും അറിയുന്നല്ലോ, അവൻ താങ്ങേണ്ട സമയത്തൊക്കെ താങ്ങിയുമൊക്കെ ചെയ്യുന്നു എന്നുള്ളതായ ഒരു ചിന്ത നമ്മളെ ഭരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ക്ഷീണം സംഭവിക്കുന്നു. അതാണ് കർത്താവ് പറഞ്ഞത്. ആ ക്ഷീണത്തെ നമ്മൾ പലരുടെയും പേര് പറഞ്ഞ് നമ്മൾ അത് നമ്മുടെ ജീവിതത്തിൽ അതിന് പഴി ചാരിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മെ തന്നെ മറന്നു പോകും. നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ സൂക്ഷിക്കുവാനും നമ്മുടെ ജീവിത അനുഭവങ്ങളെ ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായി നമുക്ക് സഹായം നൽകുന്നതായ ആ സഹായ ഹസ്തങ്ങളോടുള്ളതായ ഒരു കടപ്പാട് നമ്മൾ മറന്ന് ജീവിക്കാതിരിക്കുവാൻ അത്തിവൃക്ഷങ്ങളോടുള്ളതായ ഒരു പോഷണീയമായ ഒരു ശ്രദ്ധ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. തോട്ടക്കാരൻ പറയാണ്, അയ്യോ കർത്താവേ, ഈ 3 വർഷമായി അതിൽ നിന്ന് അനുഭവങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് തോട്ടക്കാരൻ പറഞ്ഞപ്പോൾ ആ കൃഷിക്കാരൻ ഓടി വന്ന് തന്റെ കുറവുകളെ കുറിച്ച് താൻ ഒരു ഉണർവുള്ളവനായി, അയ്യോ കർത്താവേ, ഞാൻ അതിന് ചുറ്റും കിളച്ച് വളമിട്ട് അതിനു വേണ്ട ശുശ്രൂഷകൾ ചെയ്യുവോളം 1 വർഷം കൂടെ, ഒരാണ്ടും കൂടെ അത് നിൽക്കട്ടെ. അത് നിന്നില്ല എങ്കിൽ ഞാൻ അതിനെ വെട്ടിക്കളയാം. 2024 അവസാനത്തോട് നാം അടുക്കുകയാണ്. തോട്ടക്കാരൻ വന്ന് നമ്മോടൊരു ചോദ്യം ചോദിക്കും, ഈ 3 വർഷമായി നിന്റെ തോട്ടത്തിൽ അനുഭവങ്ങളൊന്നും വന്നില്ലല്ലോ. നിന്റെ മുന്തിരിവള്ളി ക്ഷീണിച്ചു പോകുന്നതിന് കാരണം അതിന് സഹായം നൽകുന്ന, അതിന് മണ്ണൊലിപ്പ് തടയുന്നതായ, അതിന്റെ കാലാവസ്ഥകളെ കുറിച്ച് നിനക്ക് മുന്നറിയിപ്പ് നൽകുന്നതായ ചില വൃക്ഷലതാദികൾ നീ ചുറ്റും നട്ടിട്ടില്ലേ? അതിൽ നിന്ന് അനുഭവങ്ങളില്ലല്ലോ, നീ അതിനെ നോക്കുന്നില്ലേ? അപ്പോഴാണ് തോട്ടക്കാരുടെ ഇടയിൽ ഒരു മാനസാന്തരം വന്നത്. കർത്താവ് പറയുന്നു, അല്ലെല്ലാം മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. ഈ വർഷത്തിന്റെ അവസാന യാമങ്ങളിലേക്ക്, ദിവസങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് നമുക്കൊരു വലിയൊരു റിപ്പോർട്ട് കൊടുക്കുകയാണ്. നമ്മളിൽ പൂർണ്ണമായ വഴികളിൽ ഒന്നുമില്ല. അനേകം വീഴ്ചകളും താഴ്ചകളും ശ്രദ്ധക്കുറവും ദൈവത്തോട് നന്ദിയില്ലായ്മയും നാം ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ദൈവത്തോട് പറയുവാൻ ഒരു വാക്ക്, അയ്യോ കർത്താവേ, ഞാൻ അതിന് ചുറ്റും കിളച്ചുകൊള്ളാം, വളമിട്ടുകൊള്ളാം, അല്പം കൂടെ ക്ഷമിക്കണം, ഈ വർഷം കൂടെ നിൽക്കട്ടെ, അത് കിട്ടിയില്ല എങ്കിൽ ഞാൻ വെട്ടിക്കളയാം. ഇങ്ങനെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ കുറവശങ്ങളെ കുറിച്ചൊരു ഉണർവ് നാം തന്നെ കണ്ടെത്തുമ്പോൾ ദൈവം ആ തോട്ടത്തിൽ വന്ന് സന്തോഷവാനായി അത് കൊടുക്കുന്ന അനുഭവങ്ങളിൽ സംതൃപ്തിയുള്ളവനായി നീയും നിന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതായ ഒരു വലിയൊരു അനുഗ്രഹ ആശീസ്സുകളിലൂടെ നമ്മെ കാണുന്നതിനും ദർശിക്കുന്നതിനും ഈ ആണ്ടിന്റെ അവസാന കാലങ്ങൾ സഹായിക്കട്ടെ. God bless you.